ചേർത്ത് കൊടുക്കുന്നത് ചക്കയും ചക്കക്കുരുവാണ്. അപ്പോൾ ഇത് അധികം സീസണല്ല, എന്നാലും എനിക്ക് കുറച്ച് ചക്കയും ചക്കക്കുരും കിട്ടി. കുറച്ച് 50 രൂപയ്ക്ക് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചക്കയായിരുന്നു ഇത്. അതായത് പിന്നെ നമുക്ക് അധികം ഇതൊന്നുമില്ല, അതായത് പഴുത്തിട്ടില്ല, നല്ല കട്ടി ചുളയുമാണ്. അങ്ങനെയുള്ളതാണല്ലോ കൂടുതൽ നല്ലത്. അപ്പോൾ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുത്തു. ആ മിക്സിയുടെ ജാറിലോട്ട് ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കലക്കി ഒഴിച്ചു കൊടുത്തു. ഇനി ഉപ്പ് ചേർത്ത് കൊടുത്തു. അപ്പോൾ ഈ ഒരു ഐറ്റത്തിൽ നമ്മൾ പുളിയൊന്നും ചേർക്കില്ല. അതായത് ഇതുപോലെ വെള്ളം ഒന്ന് മുങ്ങിക്കിടക്കണം, ഓവർ വെള്ളമൊന്നും വേണ്ട. അതായത് ഈ ചക്ക ആയത് കാരണം വേഗം വെന്ത് കിട്ടും. എന്നാലും ഞാൻ ലേശം കൂടെ ഒഴിച്ചു കൊടുത്തു, ചക്കക്കുരുവും കിടക്കുകയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത് ഇത്രയും നമുക്ക് ഫ്ലെയിം ഓണാക്കി അടുപ്പിൽ വെച്ച് കൊടുക്കാം. അടുപ്പിൽ വെച്ചതിന് ശേഷം ദാണ്ട് ഇതുപോലെ വെട്ടി തിളയ്ക്കുന്നുണ്ട്. വെട്ടി തിളയ്ക്കുന്ന സമയത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ വെന്ത് കിട്ടും. അങ്ങനെ നമ്മുടെ നല്ല അടിപൊളി ചക്കയുടെ ആ ഒരു മണം കൊണ്ടങ്ങ് നിൽക്കുകയാണ്. അപ്പോൾ ഇതിന് നല്ല